മസ്താനി വിക്ടായി കഴിഞ്ഞപ്പോൾ ആര്യൻ പുലിക്കളി നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടിട്ടില്ല. കാരണം ഞാൻ അതിന് മുമ്പേ ഈ വീക്കില് കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് അതെ കിച്ചൺ ക്യാപ്റ്റൻ അത് ആക്ച്വലി ആ വീട്ടുകാർ എനിക്ക് ഒന്നൊരു പണിയായിരുന്നു. കാരണം കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളത്. എന്നാൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും. അവരെന്തോ പണിയായിരുന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ കണ്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതിനുശേഷം ആ കിച്ചണിൽ ഫുൾ അടിയായിരുന്നു ഈ വീക്ക്. ഇവൻ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡ്രൈ ഡേ ആണ്. പക്ഷെ ആ ഫ്രൈഡേയിൽ ഞങ്ങൾക്ക് ഭയങ്കര അടി കടന്നിട്ടുണ്ട് കിച്ചണിൽ. സോ എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയെന്നുള്ള കാര്യം. ഇവൻ ലാലേട്ടൻ അത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു വേറൊരു മസ്താനിനെ ലക്ഷ്മിനെ ഔട്ടാക്കാൻ വേണ്ടി ബാക്കി ആൾക്കാർ വേറൊരു ഔട്ട് ആവുന്ന പ്രതീക്ഷ ഒരു കണ്ടസ്റ്റന്റ് മാക്സിമം വോട്ട് കൊടുത്തു. അത് കാരണം എന്റെ വോട്ടിങ് കുറഞ്ഞു. ഈ സീസണിൽ കപ്പടിക്കുന്ന പ്രതീക്ഷ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. വിഷയത്തിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? ആ ഒരു കാര്യത്തിൽ ഞാൻ മാത്രമല്ല ആ വീട്ടിലെ ആരും അത് നോട്ട് ചെയ്തിട്ടില്ല. കാരണം അതിലൂടെ വിഷയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെന്നല്ല ആ വീട്ടിലെ ആരും അത് കേട്ടില്ല. ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലായില്ല ഇത് ആരെ കുറിച്ചാണ് പറയുന്നുള്ളത്. ഞാൻ കിച്ചണിൽ വരുന്നു. ആ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ലക്ഷ്മി ഒരു LGBTQ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആളാണെന്ന് ശക്തമായിട്ട് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ഡേ ഞാൻ ലക്ഷ്മിയായിട്ടൊരു അടി ഉണ്ടായത് തന്നെ ഇതിന്റെ പേരിലാണ്. അല്ല, ലക്ഷ്മി ഇതല്ലാണ്ട് പല പ്രാവശ്യം വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിന്റെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് മണിക്കൂർ ശേഷമാണ്. ആ കോൺവെർസേഷൻ ഞാനൊരു പാർട്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. കാരണം അവിടെയുള്ള ഒരു 80% കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ്. അകത്ത് പോയി എന്നുള്ള രീതിയിൽ അവിടുത്തെ ബ്രോക്ക് അറിയാലോ ആരാ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ആരാണ് അവിടെ അങ്ങനെ ഇപ്പോൾ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും, കാരണം ഇവരൊക്കെ എനിക്കിപ്പം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് കപ്പാരിക്ക് കൊടുക്കാന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇല്ല. ഇപ്പൊ കറന്റ് എനിക്കറിയില്ല. കാരണം അവിടെ പലരുടെയും ഗെയിമുകൾ പല രീതിയിലാണ്. അനീഷിന്റേത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ. പക്ഷെ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നു. കയറിയപ്പോഴും ഞാൻ പറയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്കെന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു അനീഷിന്റെ ഒരു ലീനിയർ ക്യാരക്ടറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക എന്ന് പറയും. ഉച്ചയ്ക്ക് അത് തന്നെ പറയും. എവറി ഡേ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബ്രോക്കറിയിൽ കപ്പടിക്കും. ഇപ്പോൾ ട്രോള് പോലെ വരുന്നത് ഈ പ്രശ്ന കപ്പിൽ ആലേട്ടന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാരണം അതുകൊണ്ടാണ് ഇവിടെ ഗെയിം പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ആൾക്കാരെല്ലാവരും പല രീതിയിൽ ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മസ്താനിയെ സംബന്ധിച്ച് വയൽക്കാരായ ആരും പുറത്തുനിന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ പുറത്തുനിന്നൊരു കാര്യം അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യം ഒന്നും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യമാണ്. പക്ഷെ മസ്താനി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലും അറ്റാക്ക് ചെയ്യുന്നതായി വീട്ടുകാരെ വെച്ചിട്ട്. അപ്പൊ ബ്രോ അതിനെപ്പറ്റി സംസാരിക്കും. അത് മസ്താനിയോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് മസ്താനിയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ട ഒരു 3-4 പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ലാസ്റ്റ് ഒരു വാർണിംഗ് വരെ കൊടുത്തു ബിഗ് ബോസ് മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രോയ്ക്ക് ഫസ്റ്റ് ഈ വീക്കിലുള്ള നോമിനേഷൻ കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി എന്തായിരുന്നു? എന്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എല്ലാവരുമായിട്ടും ഒന്ന് കമ്പനി ആയിട്ട് നിന്നിട്ട് അവരുടെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ അക്ബറിന്റെ ഗ്രൂപ്പ്, ഷാനവാസിന്റെ ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഓരോ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയത്തില്ല വാഴയ്ക്ക് തടം വെക്കുക എന്ന് പറയുന്നില്ല, വാഴയ്ക്ക് മൂട് വെക്കുക എന്ന് പറയുന്നത്. അതേപോലെ ആ മൂടിനെല്ലാം വെട്ടിക്കളയാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു. വേറെ നമ്മൾ 2 മിനിറ്റ് പറയുന്നത്. ആ 3 ദിവസം ഹൗസ് മേറ്റ്സ് എല്ലാവരും പറഞ്ഞു എൻ്റേതായിരുന്നു ബെസ്റ്റ് സ്റ്റോറി ഞാൻ നറേറ്റ് ചെയ്തത്. അതായിരുന്നു ടാസ്ക്. അല്ലാതെ ഒരു നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്ന ടാസ്ക് അല്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു ഗെയിം നടന്നു. കാരണം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ജിഷിന് കൊടുത്തു ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ്. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല. പിന്നെ